ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളതും അതുപോലെ നല്ല ടേസ്റ്റി ആയതുമായ തേങ്ങാപ്പാൽ ചേർത്ത ഒരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടി ചൈന ഗ്രാസ് ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. അങ്ങനെ കുതിർക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുക്കിയെടുക്കാൻ പറ്റും. ഒരു 10-15 മിനിറ്റ് ഒന്ന് കുതിർക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അതിനുശേഷം ഇത് ഗ്യാസിലോട്ട് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. ഇത് ഉരുകി വരുന്ന സമയത്ത് ഈ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഈ പാത്രത്തിൽ 1 കപ്പ് പാലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രഷ് മിൽക്കാണ്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അന്നേരത്തേക്ക് അതിലോട്ട് ഒരു 3/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ പുഡിങ്ങിൽ പഞ്ചസാര ചേർക്കുന്നില്ല, കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത്. നമ്മൾ സാധാരണ പുഡിങ്ങിലൊക്കെ പഞ്ചസാരയെക്കാട്ടിയും കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോഴായിരിക്കും ഒന്നും കൂടെ പുഡിങ് ടേസ്റ്റി ആയിട്ട് വരുന്നത്. ഈ കണ്ടൻസ് മിൽക്ക് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോഴത്തേക്കും ആ കണ്ടൻസ് മിൽക്കും പാലും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടും. എന്നിട്ടതൊന്ന് തിളച്ച് വരട്ടെ. ചൈന ഗ്രാസ് ഇപ്പോൾ ഉരുകി വന്നിട്ടുണ്ട്. അത് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസ് നമ്മൾ എപ്പോഴും ചേർക്കുമ്പോൾ ചൈന ഗ്രാസിൻ്റെ അതുപോലെ തന്നെ ഈ പാലിൻ്റെയും ചൂട് ഒരുപോലെ ആയിരിക്കണം. അല്ലാതെ വരുമ്പോഴാണ് ചൈന ഗ്രാസ് ചേർക്കുമ്പോൾ പാല് ചിലപ്പോൾ പിരിഞ്ഞു പോകുന്നത്. ചൈന ഗ്രാസും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫാക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസിൻ്റെ ചെറിയ ചെറിയ പീസൊക്കെ ഇതിൽ കിടപ്പുണ്ട്, അത് കുഴപ്പമില്ല. ഇതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുത്താൽ മതി. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. ഒരുവിധം ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഞാൻ ഇതിലോട്ട് തേങ്ങാപ്പാൽ ചേർക്കുന്നുള്ളൂ. ചൂടോടുകൂടി തേങ്ങാപ്പാൽ ചേർത്താൽ ചിലപ്പോൾ ഇത് മൊത്തത്തിൽ പുഡിങ് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ പുഡിങ്ങിൽ ചേർക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു 400 ml. നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ടിന്നിൽ വരുന്ന തേങ്ങാപ്പാലാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തേങ്ങാപ്പാൽ എടുത്താലും മതി. നല്ല കട്ടിയായിട്ടുള്ള പാൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലൂടെ തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ആ പുഡിങ്ങിൻ്റെ കൂട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോഴത്തേക്കും ആ ചൈന ഗ്രാസിന് എന്തെങ്കിലും പീസൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൽ നിന്ന് മാറിക്കിട്ടും. അതിനുശേഷം നമുക്കിപ്പോൾ ഏത് പാത്രത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് അതിലൊഴിച്ചിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഫ്രിഡ്ജിൽ വെക്കാവുള്ളൂ. ഞാൻ ഇതുപോലെ സിലിക്കോൺ മോൾഡിലും കൂടെ ഒഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്കത് ഈസി ആയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൻ്റെ താഴെ തട്ടിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ മതി. ചൈന ഗ്രാസ് ചേർത്ത പുഡിങ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് സെറ്റായി കിട്ടും. ഇതിപ്പോൾ ഞാനൊരു 2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. അതൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, സിലിക്കോൺ മോൾഡിൽ നിന്ന് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ പുഡിങ് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ഈ പുഡിങ് നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. പിന്നെ ഇതിൽ ചൈന ഗ്രാസ് ചേർക്കുമ്പോൾ എപ്പോഴും കറക്റ്റ് അളവിൽ മാത്രമേ ചേർക്കാവുള്ളൂ. ചൈന ഗ്രാസിൻ്റെ അളവ് ഒത്തിരി കൂടിയാൽ പുഡിങ് കട്ടിയായിട്ട് പോകും. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.